റഷ്യ ഉക്രൈൻ സമാധാന ചർച്ച എന്തായി? അത് നടന്നോ? നടന്നെങ്കിൽ എന്താണ് തീരുമാനിച്ചത്? ഇങ്ങനൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. കാരണം ഇതിനുള്ള ഉത്തരമാണ് എല്ലാവരും തിരയുന്നത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരവും ലഭിച്ചിട്ടുണ്ട്. ആദ്യം സീസ് ഫയർ, രണ്ടാമത് ഇലക്ഷൻ, മൂന്നാമത് എഗ്രിമെന്റ് സൈൻ. ആദ്യത്തെ സീസ് ഫയർ എങ്ങനെയായിരിക്കും സംഭവിക്കുക? അത് വളരെ എളുപ്പമാണ്. കാരണം സൗദി അറേബ്യയിൽ റഷ്യയും അമേരിക്കയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ സീസ് ഫയറിന് ശേഷം ഉണ്ടാകും. സീസ് ഫയറിന് ശേഷം ഇലക്ഷൻ എന്ന് പറഞ്ഞു. അത് എന്ത് ഇലക്ഷനാണ്? അത് സംഭവിക്കുമോ? സംഭവിക്കാൻ സെലൻസ്കി സമ്മതിക്കുമോ? ഇങ്ങനൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനും ഉത്തരം ലഭിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി അറിയാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇലക്ഷനാണ് ഇപ്പോ വലിയൊരു സംസാര വിഷയമായി മാറിയിരിക്കുന്നത്. ഇതിനകം തന്നെ നമുക്കറിയാം, നമ്മൾ പല വീഡിയോസിലും പറഞ്ഞ ഒരു കാര്യമാണ്. ഉക്രൈനിൽ ഒരു പുതിയ പ്രസിഡന്റ് വരികയാണെങ്കിൽ അദ്ദേഹവുമായി ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് എന്ന് പുടിൻ പറഞ്ഞിരുന്നു. ഇപ്പോ ഈ ആദ്യഘട്ട ചർച്ച അവസാനിച്ചു. അങ്ങനെ അവസാനിച്ചപ്പോൾ വന്ന ആദ്യ റിപ്പോർട്ട് സീസ് ഫയർ ഉണ്ടാകണം എന്നുള്ളതാണ്. ഈ സീസ് ഫയർ ഉടൻ ഒന്നും അല്ല, 1-2 മാസങ്ങൾക്കുള്ളിൽ സീസ് ഫയർ ഉണ്ടാകണം. ഇതാണ് ഡിമാൻഡ്. ആരുടെ ഡിമാൻഡ് ആയിരിക്കും? മറ്റാരാണ്? അമേരിക്കയുടെ ഡിമാൻഡ്. ഇത് അമേരിക്കയുടെ ഡിമാൻഡ് ആണെങ്കിൽ റഷ്യയുടെ ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ സീസ് ഫയർ വരുന്നത് അപ്പോ ഉടൻ തന്നെ ഉക്രൈനിൽ ഇലക്ഷനും ആരംഭിക്കണം. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തണം. അങ്ങനെയാണെങ്കിൽ ഉക്രൈനിൽ ഇലക്ഷൻ അറിയിച്ചാൽ അതിനായിട്ടുള്ള ഒരു ഫലം, ആ ഫലത്തിൽ ആരെയാണോ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നത് അവരുമായി റഷ്യ എഗ്രിമെന്റ് സൈൻ ചെയ്യും. ഈ എഗ്രിമെന്റിൽ ഉൾക്കൊള്ളിക്കേണ്ട വിശദാംശങ്ങൾ ഇതെല്ലാം സീസ് ഫയറിന്റെ ആദ്യഘട്ടം ഇലക്ഷൻ, ഇതിനിടയിലുള്ള ദിവസങ്ങളിൽ ആ ടൈം ഗ്യാപ്പിൽ അമേരിക്കയും റഷ്യയും ചേർന്ന് തീരുമാനിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് എഗ്രിമെന്റിൽ ഉൾക്കൊള്ളിക്കേണ്ടത്, ഏതൊക്കെ സ്ഥലങ്ങളാണ് നിങ്ങൾക്ക്, ഏതൊക്കെ സ്ഥലങ്ങളാണ് ഞങ്ങൾക്ക്, നാച്ചുറൽ റിസോഴ്സസ് എന്തൊക്കെ നിങ്ങൾക്ക് ലഭിക്കണം, ഏതൊക്കെ ഞങ്ങൾക്ക് ലഭിക്കണം, ഇങ്ങനെയുള്ളതെല്ലാം സംസാരിച്ച് തീരുമാനിക്കും. ഇപ്രകാരം ഒരു എഗ്രിമെന്റ് സൈൻ ആകും. എന്നാൽ ഇത് ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് അല്ല. ഇങ്ങനെ നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന രീതിയിൽ പല മാധ്യമങ്ങൾ, വിശ്വസനീയമായ പല മാധ്യമങ്ങളും വാർത്തകൾ പുറത്തുവിടുന്നുണ്ട്. അപ്പോ ട്രംപിനെ സംബന്ധിച്ച് ഇപ്പൊ യൂറോപ്പിൽ നിന്നും അമേരിക്ക ഒരൽപ്പം അകന്നു പോവുകയാണ്. യൂറോപ്യൻ യൂണിയൻ ഇവരെല്ലാം വിട്ട് അകന്നു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക ആരുമായാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്? മറ്റാരുമല്ല, റഷ്യയുമായി തന്നെയാണ്. യൂറോപ്പിലില്ലാത്തത്ര രീതിയിൽ റഷ്യയുമായി ട്രംപിന് ഏതോ ഒരു ബിസിനസ് ഉള്ളതായി പറയപ്പെടുന്നുണ്ട്. ട്രംപ് ചിന്തിക്കുന്നത് ഈ 4 വർഷത്തിൽ നമ്മുടെ വിദേശ നയം നമ്മൾ മാറ്റണം. ഇത്രയും കാലം ഫോറിൻ പോളിസി എന്തായിരുന്നു? പാശ്ചാത്യ രാജ്യങ്ങൾ, യൂറോപ്പ് റീജിയൻ, യൂറോപ്യൻ യൂണിയൻ, ഇതൊക്കെയായിരുന്നു അമേരിക്കയുടെ അനുകൂല രാജ്യങ്ങളാക്കി മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് ആ യൂറോപ്പിലുള്ള കേസ് സ്റ്റഡീസ്, പഠനങ്ങൾ പറയുന്നത് നമുക്ക് ആവശ്യമായ ഒരു പങ്കാളി, ഒരാൾ ആവശ്യമായി വരുമ്പോഴുള്ള പങ്കാളി എന്ന നിലയിൽ മാത്രമാണ് അമേരിക്കയും യൂറോപ്പും ഉണ്ടാകേണ്ടത്. അപ്പോ ഈ 2 പേർക്കും ആവശ്യം വരുമ്പോൾ മാത്രം സുഹൃത്തുക്കളായി ഉണ്ടാകും. ബാക്കിയുള്ള സമയങ്ങളിൽ ഒരുപക്ഷെ ഇവർ ശത്രുക്കളായി പോലും മാറാം എന്നുള്ള ഒരു പഠനം പുറത്തു വന്നു. പക്ഷേ ഇതത്ര അത്ഭുതപ്പെടുത്തുന്ന കാര്യമൊന്നും അല്ല. ഇത് സത്യമാണ്, അതും നമുക്കറിയാവുന്ന സത്യം. ഈ ഒരു സത്യം വളരെ കൃത്യമായി തന്നെ ഡൊണാൾഡ് ട്രംപിന് മനസ്സിലായി. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിനേക്കാളും മികച്ച നല്ലൊരു സുഹൃത്ത് റഷ്യ തന്നെയാണ്. റഷ്യയുമായി ചേരുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളിൽ നിന്നും അമേരിക്ക രക്ഷപ്പെടും. ആവശ്യം ഇല്ലാതെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തേണ്ട. അധികം ഗ്യാസ്, ഓയിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നടക്കും. സുഹൃത്തായുള്ള റഷ്യ ആവശ്യമായ സഹായങ്ങൾ എല്ലാം ചെയ്യും. ഇറാനുമായി ഒരു യുദ്ധം ചെയ്യേണ്ട സാഹചര്യം വന്നാൽ അമേരിക്കയ്ക്ക് എതിരെ റഷ്യ നേരിട്ട് കളം ഇറങ്ങില്ല. ഇങ്ങനെയുള്ള പല നല്ല കാര്യങ്ങൾ അമേരിക്കയ്ക്കുള്ളതായി ഡൊണാൾഡ് ട്രംപ് വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു ചിന്തയാണ് ഇപ്പോ റഷ്യയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് ഡൊണാൾഡ് ട്രംപ് എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പുടിനുമായി മാത്രമേ സൗഹൃദത്തിൽ ഏർപ്പെടുകയുള്ളൂ? ചൈനയുമായി ഇങ്ങനെയുള്ള നിലപാടൊന്നും ഇല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. അതിനും പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതായത് അമേരിക്കയുടെ പല സ്ഥലങ്ങൾ ഒരു സമ്പന്ന ഭൂപ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് വിളകളുള്ള പ്രദേശം, കൃഷിയിടങ്ങൾ. ഈ കൃഷിഭൂമിയെല്ലാം ചൈന വാങ്ങുന്നു. ഉദാഹരണത്തിന് ബിൽ ഗേറ്റ്സ് അമേരിക്കയിലുള്ള മെജോറിറ്റി ഫാം ലാൻഡ്സ് എല്ലാം അദ്ദേഹം വാങ്ങി. ഇതുപോലെ അമേരിക്കൻ ഗവൺമെന്റ്, അമേരിക്കയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ മറ്റു രാജ്യങ്ങളിൽ ഫാം ലാൻഡ് വാങ്ങുന്നുണ്ട്. കാരണം കൃഷിയാണല്ലോ ഭാവി. ആ ഭാവിയെ മാറ്റി നിർത്താൻ ആർക്കും തോന്നില്ല.
അതുപോലെ ചൈന ചെയ്തത് അമേരിക്കയിലുള്ള ഒരുപാട് ഫാം ലാൻഡ്സ് വാങ്ങുന്നു. അതും ജോ ബൈഡന്റെ ഭരണകാലത്തിൽ തന്നെ വാങ്ങി നിറച്ചു. ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് അതെല്ലാം മണത്തറിയാൻ തുടങ്ങി. ഈ ഡോജ് എന്ന ഒരു കമ്പനി രൂപീകരിച്ചു. ഇതിന്റെ നേതാവ് എലോൺ മസ്ക് ആണ്. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ ആവശ്യമില്ലാത്ത ചിലവുകൾ എന്താണെന്നുള്ളത് നോക്കുന്നു. അമേരിക്കയിൽ ആവശ്യമില്ലാത്ത, അതായത് ഒരു മാലിന്യ ചിലവെന്ന വണ്ണം എന്തൊക്കെയാണ് ഉള്ളത് അതെല്ലാം തടയണമെന്ന് എലോൺ മസ്ക് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ചൈന അമേരിക്കയിൽ നിന്നും കൃഷിഭൂമി വാങ്ങുന്നത് തടയാനായി ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി ശരിയായി പ്രവർത്തിക്കുന്നില്ല, ആവശ്യം ഇല്ലാതെ പണം ചിലവാക്കുന്നു. ആ കമ്മിറ്റിയെ മാറ്റി നിർത്തിയിട്ട് ചൈന വാങ്ങുന്ന സ്ഥലങ്ങൾ, വാങ്ങിയ സ്ഥലങ്ങൾ, വാങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ എല്ലാം അമേരിക്ക അവരുടെ രാജ്യത്തിന്റെ സ്വന്തമാക്കി മാറ്റണം എന്ന തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ചൈനയെ കൊണ്ട് അമേരിക്കയിൽ ഫാംലാൻഡ് വാങ്ങാൻ സാധിക്കില്ല എന്ന് ചോദിച്ചാൽ ഇത്രയും ദിവസം വാങ്ങിയതുപോലെ വളരെ എളുപ്പത്തിൽ വാങ്ങാൻ സാധിക്കില്ല. മറ്റേതെങ്കിലും രീതിയിലൂടെ ഒരു തേർഡ് പാർട്ടി വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വഴിയോ അവർക്ക് സ്ഥലങ്ങൾ വാങ്ങാൻ സാധിക്കും. എന്നാൽ നേരിട്ട് ചൈനയെ കൊണ്ട് വാങ്ങാൻ കഴിയില്ല. അപ്പോ റഷ്യയെ സുഹൃത്തായി അംഗീകരിക്കുന്ന അമേരിക്ക ചൈനയെ ശത്രുവായി തന്നെയാണ് കാണുന്നത്. അങ്ങനെ കണ്ടേ അവർക്ക് മതിയാകൂ. ഇപ്പോഴത്തേക്ക് ഈ ഒരു കാലത്തിൽ രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമേ മഹാശക്തിയായി നിലകൊള്ളാൻ സാധിക്കൂ. ഒന്ന് അമേരിക്ക, മറ്റൊന്ന് ചൈന. അപ്പോൾ അമേരിക്കയും ചൈനയും ഒരുമിച്ച് ചേരുകയാണെങ്കിൽ തീർച്ചയായും വീണ്ടും പ്രശ്നമുണ്ടാകും. ആര് വലിയവൻ എന്ന ഒരു സംഘർഷം വരും. ആ ഒരു സംഘർഷം ഒഴിവാക്കാൻ നേരിട്ടുള്ള ഈ ഒരു സംഘർഷത്തിൽ തന്നെ ഏർപ്പെടാനാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാനാണ് ലോകശക്തി എന്ന് തെളിയിക്കാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അമേരിക്ക റഷ്യയുടെ ന്യൂ എക്കണോമിക് കോർപ്പറേഷനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി യൂറോപ്പ് മുഴുവൻ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക യൂറോപ്പിനെ കൈ കഴുകിയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പുടിന് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ട്രംപ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് സെലൻസ്കിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്ത് വേണമെങ്കിലും അവർ തീരുമാനിച്ചു കൊള്ളട്ടെ. ക്രീമിയ, ഡോൺബോസ് റീജിയൻ ഇവയൊന്നും ലഭിക്കാതെ ഞാൻ ഈ സമാധാന ചർച്ചയ്ക്ക് ഒരിക്കലും യോജിക്കില്ല. അതിനെ എതിർത്ത് എപ്പോഴും നിലകൊള്ളുമെന്ന് സെലൻസ്കി വീണ്ടും വളരെ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. പുടിനുമായി ഒരു പീസ് ഇനിഷ്യേറ്റ് ചെയ്യണമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നല്ലോ. ഇത് കാരണം നിങ്ങളുടെ ടെറിട്ടറി എല്ലാം നിങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമല്ലോ. ഇത് നിങ്ങൾക്ക് കൊടുക്കാൻ സമ്മതമാണോ? അല്ലെങ്കിൽ ക്രീമിയ, ഡോൺബോസ് മാത്രം തിരികെ ലഭിച്ചാൽ മതിയോ എന്നുള്ള ചോദ്യത്തിന് സെലൻസ്കി പറഞ്ഞത്, 1 ഇഞ്ച് സ്ഥലം പോലും ഞങ്ങൾക്ക് നൽകാൻ കഴിയില്ല. അങ്ങനെ ഒരു സമാധാനം ഞങ്ങൾക്ക് ആവശ്യമേ ഇല്ല എന്ന് വീണ്ടും സെലൻസ്കി തന്റെ അഭിപ്രായം മാറ്റി പറയുകയാണ്. 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഞങ്ങളുടെ പ്രദേശങ്ങൾ നൽകിയിട്ടാണെങ്കിൽ കൂടിയും സമാധാനം ലഭിക്കണം. അങ്ങനെ ഒരു സമാധാനം ലഭിക്കണമെങ്കിൽ പ്രദേശങ്ങൾ നൽകാൻ പോലും തയ്യാറാണ് എന്ന് പറഞ്ഞ സെലൻസ്കി ഇപ്പോ ആ നിലപാട് മാറ്റി പറയുകയാണ്. സത്യം പറഞ്ഞാൽ ഈ നിലപാട് മാറ്റമെന്നത് ഒരു പുത്തരിയൊന്നുമല്ല. ഇതെല്ലാം ഇങ്ങനെ പോകുമ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇല്ലാത്ത ഒരു ധൈര്യം ഈജിപ്ത് കാണിക്കാൻ തുടങ്ങി. ഈജിപ്ത് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയത് അറബ് രാജ്യങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. ഇസ്രായേൽ ഗാസ പ്രശ്നത്തിൽ അമേരിക്ക പല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. നമ്മൾ ഒരു എമർജൻസി മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. ഗാസയെ റീബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കണം എന്ന ഒരു എമർജൻസി മീറ്റിംഗ് വരുന്ന മാർച്ച് മാസം 4-ാം തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോ ഈജിപ്ത് കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്പീഡ് പോലും ഇപ്പൊ ഉക്രൈന് അനുകൂലമായി യൂറോപ്പിനെ കൊണ്ട് കാണിക്കാൻ സാധിക്കുന്നില്ല. യൂറോപ്പ് നേതാക്കന്മാർ ഒരുമിച്ചു കൂടി. എന്നാൽ അമേരിക്കക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല. യൂറോപ്പിന് അനുകൂലമായുള്ള ഉക്രൈൻ അനുകൂലമായിട്ടുള്ള യൂറോപ്പ്, ഉക്രൈന് റീബിൽഡ് ചെയ്യാമെന്നുള്ള സഹായങ്ങൾ ഇവയൊക്കെ ഇവർ നൽകിയോ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ല. വെറും ഒരു ചർച്ച മാത്രമായിരുന്നു അത്. അമേരിക്കയ്ക്ക് നേരെ ചില വിമർശനങ്ങൾ നടത്തി. ഉക്രൈന് അനുകൂലമായി ഒന്നും പറഞ്ഞില്ല. തങ്ങൾ ഉക്രൈന് അനുകൂലമാണെന്ന് പറഞ്ഞു. ഒരു ഫണ്ട് പിരിച്ച് ഉക്രൈൻ നൽകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുടിന് എതിരെ പോലും അവർ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കൊക്കക്കോള ഉൾപ്പെടെ പല കമ്പനികൾ വീണ്ടും ഞങ്ങൾ റഷ്യയ്ക്കുള്ളിൽ വരാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ ലീക്ക് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ റഷ്യയെങ്കിലും ഇവിടെ യൂറോപ്പുമായി ഒരു ചർച്ച നടത്തണമല്ലോ. അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്. അതിന് റഷ്യ പറയുന്നത്, അതെ, വി ക്യാൻ മീറ്റ് യൂറോപ്യൻ ലീഡേഴ്സ്. അവരുമായി സംസാരിക്കാൻ തയ്യാറാണ്. പക്ഷേ യു മസ്റ്റ് ലീവ് ഉക്രൈൻ. ഉക്രൈനെ വിട്ട് നിങ്ങൾ പിന്നിലേക്ക് പോകണം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് സംസാരിച്ചെന്തെങ്കിലും ചെയ്യാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തെ നോക്കിയാണ് പോകുന്നത്. തീർച്ചയായും ഇതിന്റെ അടുത്തടുത്ത അപ്ഡേറ്റ് വളരെ രസകരമായിരിക്കും. ഉക്രൈൻ, സെലൻസ്കി, യൂറോപ്യൻ യൂണിയൻ ഇവർക്കെല്ലാം എന്ത് സംഭവിക്കാൻ പോകുന്നു? അമേരിക്ക റഷ്യ എങ്ങനെ സുഹൃത്തുക്കളായി മാറാൻ പോകുന്നു? അല്ലെങ്കിൽ ഇതിന് പുറകിൽ മറ്റെന്തെങ്കിലും ഗെയിം ഉണ്ടോ? ഇവയെല്ലാം അടുത്തടുത്ത അപ്ഡേറ്റ്സിലൂടെ അറിയാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക.
ഇങ്ങനെയുള്ള വീഡിയോസിനാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.